ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ആണോ, ഗുഡ് ഈവനിങ് ആണോ, ഗുഡ് ആഫ്റ്റർനൂൺ ആണോ, ഗുഡ് നൈറ്റ് അറിയാൻ പറ്റും. എപ്പോഴും ഒരു സമയമാണ്. നമ്മൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ടേക്ക് നമ്പർ 2 ഷോർട്ട് നമ്പർ 350 തോന്നക്കൽ പഞ്ചായത്തിൽ ഒരു അരിപറി 3 4 5 ഏതെങ്കിലും കേട്ടെ ഗൈസ്. ഒന്നുമല്ല, രാത്രി ആവുമ്പോൾ ഫുഡ് കഴിക്കാൻ വന്നത്. നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് പോയി. അത് നമ്മളെ ചോറ് കിട്ടുന്ന ചേച്ചിയുടെ ഉണ്ടായിരുന്നു, ചെയ്തായിരുന്നു മഞ്ജു ചേച്ചിയുടെ കടയിൽ തമ്മിൽ പോയി. പ്രത്യേക ഒരാൾ പറഞ്ഞു അവിടെ പോയി നല്ല ദോശ കിട്ടുമെന്ന് പറഞ്ഞ് പോയതാണ്. കാണിച്ചൊരു അന്ത മോന്ത ഇവളൊറ്റടുത്ത് കാരണം പോയതാണ്. പോയിട്ട് അവിടെ പോയി കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ സോനയിൽ പോകണം, നല്ല നെയ്പ്പത്തരിയും ബീഫ് സ്റ്റൂവും കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് അതുമില്ല, അതും തീർന്നു. ഇപ്പം എന്താ തേങ്ങാപ്പത്തിരി എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരുന്ന പ്രതീക്ഷിക്കുന്നു, കൊണ്ടുവരുന്നു. പക്ഷെ അതൊന്നുമല്ല ഇവിടെ വേറെ ട്വിസ്റ്റ്. അപ്പുറത്തിന് നമ്മളോട് ഫുഡ് കഴിക്കുന്ന ആരാ? പ്രിയവാരി. ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്യുന്നത് എന്തൊരു തേങ്ങാപ്പത്തിരി അങ്ങനെ എന്തോ വന്ന് പതിനെന്ന് പറയുന്നത് പത്തിരി ഒരെണ്ണമെങ്കിലും ഒരു 5 തരാൻ പറ്റുമോ? എസ്കെ പഠിച്ചത് ഒരു മറ്റേ നീ മറ്റേ ബ്രൗൺ ഷർട്ടിന് പുള്ളി നിന്റെ എന്തോ ഇതുണ്ട്. നീ ചോദിച്ചോക്ക് ഒന്ന്. തേങ്ങാപ്പത്തിരി കൊള്ളൂല. പുട്ടുണ്ടോ? പപ്പടം ഉണ്ടോ? പുട്ടുണ്ട്, പക്ഷെ പപ്പടം ഇല്ല. എന്ത് ചെയ്യണം നീ പറ. സ്റ്റൂ ഉണ്ട്. വേണ്ടെന്നും. എന്നാലും ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ സാധനമായിരുന്നു. ഞങ്ങളുടെ ഭാഷയിൽ ഫത്തീര്. പൂരി വേറെയാണ്. ക്ലോസ് ആക്കാൻ പോവാണോ? എന്നാ നമ്മൾ എണീറ്റു. നെയ്സ് പത്തിരി അല്ലേ ഇത്, വേറെ എന്താ പത്തിരിയാണ്. ഞങ്ങൾ എണീക്കാണ് ഗായ്സ്. വേണ്ട, വൈലന്റ് ആവരുത്. നമുക്ക് വേറെ ഫുഡ് കഴിക്കാം. ബിരിയാണി കിട്ടുന്ന സ്ഥലമുണ്ട്. അല്ലല്ല 12 മണിക്ക് ബിരിയാണിയാണ്. അത് ഓപ്പണാണ്, നോമ്പ് സമയം, അത് കാരണം ഓപ്പണാണ്. എന്താ അവസ്ഥ? 2:30 ശേഷം കാരണം അത്താഴില്ലേ, കൂന്തല് ചെമ്മീൻ അങ്ങനത്തെ ഉണ്ടാവും. പിന്നെ എന്നിട്ട് വേറെ ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. പത്തിരി ഉണ്ടാവും പറഞ്ഞത്. ബിരിയാണി കഴിക്കാൻ പറഞ്ഞു. എവിടെയും ബിരിയാണി കഴിക്കാൻ പോകാം. ബിരിയാണിയാ ഫോട്ടോ എടുത്ത് പോകാം. ഞാനില്ല. നമ്മള് അവര് ചായട്ട് നമ്മളും ചായ കേട്ടോ. വന്നോട്ട് ഞാൻ വരാൻ പറയാ. ജാടി ഇടുന്നുണ്ടാ നമ്മ അതിനൊക്കെ വേണം. ചിക്കൻ പൊരിച്ചത് അറിയാല്ല. ഇന്നത്തെ ദിവസം മൊത്തം ഫാൾട്ടാണ്. എവിടെ ചെന്നാലും എന്ത് ചെയ്യുന്ന തീർന്നോണ്ടിരിക്കുകയാണ്. വെറുതെ എന്തിനാണ് ചിക്കൻ പൊരിച്ചാൽ പായസം കഴിക്കാം, അത് മാത്രം. പല നടക്ക് യാക്മ കബാബിൽ പോകുന്നു. ആണല്ലേ? ചിക്കൻ പൊരിച്ച മേടിക്കുക. തിരിച്ചു കയറണ്ട. ആണോടാ മറ്റേ യാക്മ കബാബിലേക്ക് പോവാം. എന്റെ പൊന്നോ ഒരു രക്ഷയില്ല. കൺഫ്യൂഷൻ പ്രിയവാരി തിരുപ്പതിച്ച് പോയത്. കൺഫ്യൂഷൻ എവിടെ പോവോ എന്തോ. നമ്മൾ പ്രിയവാരി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം നമ്മൾ കറങ്ങി തിരിഞ്ഞ് നന്ദു ദോശക്കടയിൽ പോയി. അതിനൊക്കെ വേറെ ഒന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ എന്ത് വന്നിട്ടില്ല. കാത്തിരുന്ന് ടോക്കൺ നമ്പർ 1 എത്തി. ടോക്കൺ നമ്പർ 1. ടോക്കൺ നമ്പർ 2 എവിടെ? അതേ വരുന്നുണ്ട്. ടോക്കൺ നമ്പർ 2, 3, 4 വരുന്നുണ്ട്. ഹെബയ്ക്ക് ഓക്കെ ആണെന്ന് നോക്കണം, എന്നിട്ട് വേണം അത് കഴിക്കാനായിട്ട്. ഹെബമേ നോക്ക്. ഹെബ നോക്ക്.
വെറുതെ പണി മേടിക്കാൻ അന്ന് കഴിച്ചതിന്റെ ഇത് മാറിയിട്ടില്ല. എന്ന് കഴിച്ചില്ല? അല്ല ഇതേപോലെ അവിടെ പോയി കഴിച്ചില്ലേ? ഇല്ല, ആരെയും നോക്കി ഒന്നും നോക്കിയില്ല. എനിക്ക് വിശന്നു, ഞാൻ കഴിച്ചു. ബാക്കി രണ്ടെണ്ണം അവിടെ കർട്ടൻ്റെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടെന്ന്. എനിക്ക് വിശന്നു, ഞാൻ കഴിച്ചിട്ട് വരാം. ഇതെല്ലാം കൂടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പ്രിയവരെ കാണാൻ പറ്റി. കുറേ നാട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ ചേട്ടന്മാരൊക്കെ ഒരു കൺഫ്യൂഷനായി. മുട്ടയുടെ കാര്യത്തിൽ ഇടിയായി. എടീ മുട്ട ഇങ്ങനെ വന്നേ, മുട്ട ഇങ്ങനെ വന്നേ. മുട്ട വന്നില്ലേ? മുട്ടയുടെ മെയിൻ ആള് ബ്രാൻഡ് അംബാസിഡർ തന്നെ. മുട്ട ഇച്ചിരി മുട്ട മുട്ട ഇച്ചിരി വെള്ളം വരുമോ? മുട്ടയ്ക്ക് വേണ്ടി അടി, പപ്പടത്തിന് അടി നടന്നിട്ടുണ്ട്, ലേസ് നടന്നിട്ടുണ്ട്. ഇന്ന് മുട്ടക്കടി. അതെന്താ പെണ്ണുങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ? താത്ത ആന്റി പ്രായമുള്ളവർക്ക് കൊടുക്കണല്ലോ, അതാണ്. എന്താ കാണിക്കുന്നത്? പൊട്ട് തല്ലടാ, തല്ലടി, ചാടിത്തില്ലേ അണ്ണാക്കി വെച്ചോട്. എടാ ഇവിടെ ഞാൻ പോസ്റ്റ് ആവുന്നില്ല. കണ്ടില്ലേ? ഇന്ന് പോസ്റ്റ് ആയില്ല, യൂട്യൂബിലുണ്ടല്ലോ. സൈത എന്താ ഇങ്ങനെടാ? കൊറേ നേരായി ചേട്ടാ. എന്തിനാ നമ്മള് ഇതിനകത്ത് തന്നാ മതിയായിരുന്നു. വേറെ പാത്രം കരിയാക്കാൻ ഇതിനകത്ത് തരുമോ? അതിനകത്ത് കിട്ടോ? ആ ഇതിലേക്ക് വേറെ പാത്രം ചെയ്തേക്കുന്നത്. അയ്യോ പൊട്ടല്ലേ, നേരത്തെ പൊട്ടിയത്. അങ്ങനെയല്ല, ഇത് ഉള്ളിൽ ചെന്ന് പൊട്ടണം, എന്നാലും അതിന്റെ സുഖം കിട്ടത്തുള്ളൂ. ഇതിങ്ങനെ പെപ്പറിനകത്ത് മുക്കി വെക്കണം, എന്നാൽ അതിൻ്റെ ഇത് കിട്ടത്തുള്ളൂ. അയ്യോ കൊച്ചിന്റെ മഞ്ഞ പോയേ, അയ്യോ പോയേ. ഇതെടുത്തരാ പൊട്ട അയ്യോ പോയി, കൊച്ചിന്റെ പൊട്ട പോയേ. അന്ത ഗ്യാപ്പിൽ ഇത് തീർത്തില്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. കൃത്യമായിട്ട് പഠിക്കണോ കഴിക്കണേ? കണ്ട പൊള്ളിയില്ല, പഠിക്കണം. ഒരു കുഴപ്പമില്ല, എന്റെ വായോടെ കണ്ണിന്ന് വെള്ളം ആനന്ദാശ്രത്ത് വന്നതാ. ഹേ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഞാനപ്പം തപ്പി നിന്ന ഭക്ഷണം കിട്ടാണ്ട് നമ്മൾ തെണ്ടി തിരിഞ്ഞ് ഇന്നത്തെ ദിവസത്തെ ഉച്ചയപ്പം എണീറ്റ് കപ്പൽ മിഠായി തിന്നുകൊണ്ടിരിക്കുക. കപ്പൽ മിഠായി തിന്നെ പേരൊന്നുമില്ല, നമ്മുടെ വനിതാ ഹോട്ടൽ പനമ്പരുന്ന കയറും. ഊണും കഴിച്ചിട്ട് ഇപ്പോൾ കപ്പൽ മിഠായും എന്താ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ അതല്ല. ഓക്കെ ഈ ഒരു വ്ളോഗ് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് സാധാരണ വ്ളോഗുകൾ ഫീൽ ചെയ്യാണ്ട് ഒരു പ്രൊഫഷണലിസം അല്ലാണ്ട് ഒരു പ്രൊഫഷണലിസം അല്ലാണ്ട് ഒരു അൺപ്രൊഫഷണലിസിൻ്റെ കൂടെ പോകുന്ന, എന്താ പറയുക, ഒരു വൈബ് ക്രിയേറ്റ് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനടക്കം നടക്കുന്ന സംഭവത്തിൻ്റെ ക്യാമറ കൊണ്ട് വെച്ച് നടക്കുന്നത് എന്താണോ അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അല്ലാണ്ട് വലിയ വ്ളോഗായിട്ട് എടുക്കണമെന്ന് അങ്ങനെ വിചാരിച്ചെടുത്തിട്ട് വ്ളോഗല്ല. എനിക്ക് തോന്നുന്നു ഇത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് ജസ്റ്റ് കണ്ടിട്ടുള്ള. ഇപ്പം 100 പേരാണെങ്കിൽ 100 പേര്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ 50 പേരെങ്കിൽ 50 പേരെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യും, എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾ ഓരോന്ന് പറയുന്നത് തന്നെ എനിക്ക് ഇൻസ്പയർ ആയി ഓരോന്നോരോന്നോട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കുന്നതാണല്ലോ എൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. കൊള്ളായിരുന്നു, ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. പ്രിയമായിട്ട് നമ്മൾ ഡിന്നറിനൊക്കെ പോയി തിരുവിളിക്കല് പ്ലീസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വീഡിയോ സന്ധിക്കുമ്പോഴേക്കും വണക്കം.